നാറ്റോ സഖ്യത്തിനെതിരെ ഇറാൻ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാട് അഭിപ്രായങ്ങളൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു. അത് 2019 UN അസംബ്ലിയിൽ ഇറാൻ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. സംഭവം പ്രാദേശിക സുരക്ഷാ സംവിധാനം അടിയന്തരമായ രീതിയിൽ അറേബ്യൻ മേഖലകളിൽ ആവശ്യമാണ്, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ആവശ്യമാണ്. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ അംഗത്വമില്ലാത്ത രാജ്യങ്ങളെ പല ഘട്ടങ്ങളിലും ഈ രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തുകയോ അവരുടെ സാമ്പത്തിക സൈനിക പ്രതിരോധ വിഷയത്തിലൊക്കെ ഇടപെടുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ബദൽ സംവിധാനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനാൽ ബദൽ സംവിധാനം അനിവാര്യമാണ്. അങ്ങനെ ഹോർമുസ് പീസ് ഇനിഷ്യേറ്റീവ് ഹോപ്പ് എന്ന പേരിൽ പുതിയൊരു സംവിധാനം ഇറാൻ നിർമ്മിച്ചിരിക്കുകയാണ്. ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെല്ലാം ഇതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി. ഇറാന് ഔദ്യോഗികപരമായ രീതിയിൽ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ അടിയാണ്. സർവ്വകാലങ്ങളിലും ഇറാനുമായിട്ട് തെറ്റിപ്പിരിയാനോ അല്ലെങ്കിൽ അവരുമായിട്ട് അകന്നു നിൽക്കാനോ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ താല്പര്യം കാണിക്കാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമുള്ള രാജ്യമാണ് അറേബ്യൻ മേഖല, മിഡിൽ ഈസ്റ്റ് മേഖല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. എന്നാൽ സൈനികപരമായ രീതിയിൽ അവർ അത്ര പോരാ. പ്രതിരോധ രംഗത്തോ യുദ്ധരംഗത്തോ അത്ര വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കാറില്ല. അതിൻ്റെ കാര്യം അമേരിക്കയുടെ ഇടപെടലാണ്. അവർ പറയാറുണ്ട്, നിങ്ങൾ ലോകത്ത് ഒരു രാജ്യവും ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക ഇടപെടുക എന്നുള്ളത്. കുവൈറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അമേരിക്ക ആവർത്തിച്ചിരിക്കുന്ന കാര്യം അതാണ്. എന്നാൽ ഇപ്പോൾ മാറി ചിന്തിച്ചുകൊണ്ട് അറബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തങ്ങളുടെ രാജ്യത്തെ അമേരിക്ക തന്നെയാണ് ആക്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അതിനൊരു ബദൽ സംവിധാനം നിർബന്ധമായിട്ട് ആവശ്യമാണ്. ഒമാനാണ് ആ നിലപാട് ഉറക്കെ ആദ്യം തന്നെ പറഞ്ഞത്, ചൈനയെ നമ്മൾ സ്വീകരിക്കണം. അതിന് ഒമാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒമാന്റെ രാജ്യത്ത് ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് സൈനികപരമായിരിക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ, സൈനികപരമായിരിക്കുന്ന എയർപോർട്ടും സംവിധാനവും ആയുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കും എന്ന് ജിദ്ദയിലെ ഉച്ചകോടിയിൽ വെച്ച് ഒമാൻ പ്രഖ്യാപിച്ചു. അതൊരു ചരിത്രപരമായിരിക്കുന്ന പ്രഖ്യാപനം എന്നാണ് പിന്നീട് പത്രങ്ങളൊക്കെ അതിനെക്കുറിച്ച് വിലയിരുത്തിയത്. കാര്യം എന്ന് വെച്ചാൽ അത് ചൈന സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കയെ കൈയൊയ്യുന്നു എന്നുകൂടി അതിൽ അർത്ഥമാക്കേണ്ടതാണ്. ഈ മേഖലയിൽ നിന്ന് ഏറെക്കുറെ ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടി ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ ഒമാൻ ആ മേഖലയിലേക്ക് ചൈനയെ ക്ഷണിച്ചു വരുത്തിയത്. ഇപ്പോൾ അവരുടെ ഈ പ്രാദേശികമായിരിക്കുന്ന എയർപോർട്ട് നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. സൈനികപരമായിരിക്കുന്ന നിർമ്മിതികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ഒരു മുന്നേറ്റമാണ്, ശക്തമായിരിക്കുന്ന മുന്നേറ്റമാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ടാണ് ഈ പറയപ്പെട്ട ഹോർമുസ് പീസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഹോപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെ കാണുന്നത്. ഇതിന് റഷ്യയും ചൈനയും കൊറിയയും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയിട്ടുണ്ട്, അല്ലെ നൽകുമെന്നുള്ള പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടുള്ള കാര്യമാണ് തങ്ങൾക്കെതിരെ ഒരു സഖ്യം, ഒരു ബദൽ സംവിധാനം ഉണ്ടാവുക എന്നുള്ളത്. പേർഷ്യൻ ഗൾഫിലും സമാനമായിരിക്കുന്ന മറ്റ് മേഖലകളിലും പല ഘട്ടങ്ങളിലായി വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യം വെച്ചാൽ അമേരിക്ക ഇടപെടാറുണ്ട്. ആ ഇടപെടലിനെ ചെറുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും സെപ്പറേറ്റ് ആയിട്ട് അത് സാധ്യമല്ല. എന്നാൽ ഐക്യത്തോടു കൂടി ഒരു ഏകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും അത് സാധ്യമാകുന്നതുമാണ്. ഏതുപോലെ നാറ്റോ സഖ്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഈ ഭരണഘടനാ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് 32 രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോ സഖ്യത്തിലുള്ളത്. ബെൽജിയം ആസ്ഥാനമായിട്ട് 1949 ഏപ്രിൽ 4-നാണ് അത് രൂപീകരിച്ചത്. ഉദ്ദേശം സോവിയറ്റ് യൂണിയന്റെ ശക്തിയെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ്. അടിസ്ഥാനമായിരിക്കുന്ന ഓരോ ഉദ്ദേശ കാര്യങ്ങൾ അങ്ങനെയാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു സഖ്യമാണ് നാറ്റോ സഖ്യം. അതിൽ അവർ പറയുന്ന കാര്യം സംയുക്തമായിരിക്കുന്ന ഈ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുക, രാഷ്ട്രീയ ഐക്യം ഉണ്ടാക്കുക, സൈനിക സഹകരണം ഉണ്ടാക്കുക, സൈബർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ സംയുക്തമായി പ്രതിരോധിക്കുക എന്ന് വെച്ചാൽ നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യം ന്യായമായിട്ടോ അന്യായമായിട്ടോ ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നാറ്റോ സൈനിക സഖ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് ഈ പറയപ്പെട്ട 32 രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികർ ഇതിൽ അംഗത്വമുണ്ട്. അവർ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളൊക്കെ പ്രിപ്പയറൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. വിഷയം ഉണ്ടായാൽ ഇടപെടാൻ. ഈ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇതിന് താല്പര്യം കാണിക്കാതെ നാറ്റോ സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യമാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ. ഉക്രൈന് ഈ രാജ്യത്ത് ഈ കൂട്ടായ്മയിൽ അംഗത്വമാവണം എന്നുള്ള അപേക്ഷ സമർപ്പിച്ചതോടനുബന്ധിച്ചാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവുന്നത്. എന്നാൽ നാറ്റോയിൽ അംഗത്വമല്ലാത്ത ഉക്രൈന് എല്ലാ കാലങ്ങളിലും വലിയ രീതിയിൽ സൈനികമായിരിക്കുന്ന സഹായങ്ങൾ നാറ്റോ സഖ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞതാണ്. പല ഘട്ടങ്ങളിലും റഷ്യ അത് ആരോപിച്ചതുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇപ്പോൾ ഉക്രൈനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഉക്രൈനുള്ള പ്രത്യേക താല്പര്യമല്ല. നമ്മൾ ഉണ്ടാക്കിയ സംവിധാനം എന്ന് പറഞ്ഞാൽ റഷ്യക്കെതിരെയാണ്. സൈനികമായും സാമ്പത്തികമായും അവരെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ നാറ്റോ സഖ്യം രൂപീകരിച്ചത്, അത് ഉണ്ടാക്കിയത്. അപ്പൊ അതിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്ന അല്ലെങ്കിൽ പോരാട്ടം നടത്തുന്ന രാജ്യമാണ് ഉക്രൈൻ എന്നതിനാൽ അവരെ സഹായിക്കുക എന്നുള്ളത് മാനസികമായിരിക്കുന്ന ഒരു പരിഗണന എന്ന തരത്തിലാണ് അവർ സഹായിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു സംവിധാനം, ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്നതിനാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ വലിയ സുരക്ഷയിലാണ് എന്ന് അവർ പറയാറുണ്ട്. പരമാവധി ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെ ഏകദേശം 90% രാജ്യങ്ങളും ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന രാജ്യവുമാണ്. അതുകൊണ്ട് കൂട്ടായ്മകളുണ്ട്. അതായത് അമേരിക്കയുടെ നയങ്ങളും താല്പര്യങ്ങളും സമീപനങ്ങളും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നാറ്റോ സഖ്യത്തെ ഉപയോഗിക്കുന്ന പ്രവർത്തികൾ അമേരിക്ക ചെയ്യാറുണ്ട്. അതിൽ അമേരിക്കയിൽ വിജയിക്കാറുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഇടപെടലുകൾ നടത്തിയ രാജ്യങ്ങളൊന്നും അമേരിക്കയാണ്. അഫ്ഗാനിസ്ഥാനിൽ അൽ ഖ്വയ്ദ ഭീകര സംഘത്തെ വളർത്തിയെടുത്ത് അങ്ങനെ അഫ്ഗാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പുതുതായിരിക്കുന്ന ഒരു മുജാഹിദ് സംവിധാനത്തെ സൃഷ്ടിച്ചുകൊണ്ട് സോവിയറ്റിനെതിരെ വലിയ രീതിയിൽ സമരം നടത്തി, പോരാട്ടം നടത്തി, വലിയ മരണങ്ങളും രക്തരൂക്ഷിതമായിരിക്കുന്ന യുദ്ധങ്ങളും ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഏറെക്കുറെ അവസാന ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം സോവിയറ്റ് യൂണിയൻ ഉണ്ടായി. അതുണ്ടായതോടുകൂടി അമേരിക്ക അവിടെ വിജയിച്ചു. കാരണം അമേരിക്കയുടെ ഇടപെടലുകൾ അതിൽ പിന്നാമ്പുറം വലിയ സജീവമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. അവിടെ മാത്രം തീർന്നിട്ടില്ല, മറ്റുള്ള രാജ്യങ്ങളൊക്കെ അതായത് സോവിയറ്റ് യൂണിയൻ അങ്ങനെ അപ്പാടെ തന്നെ തകർന്നു പോയി. പിന്നീട് ഗോർബച്ചോവിന്റെ കാലത്താണ് ഗ്ലാസ്നോസ്ത് പെരിസ്ട്രോയിക്ക സംവിധാനം കൊണ്ടുവരുന്നത്. തുറന്ന സമീപനങ്ങൾ, സ്വതന്ത്രമായിരിക്കുന്ന ചിന്ത എന്ന ആശയം അയാൾ പ്രഖ്യാപിച്ചതോടുകൂടി ജനങ്ങൾ മുഴുവനും ആ കമ്മ്യൂണിസ്റ്റ് ആശയ നിലപാടിന് വിരുദ്ധമായ രീതിയിൽ സംസാരിച്ചു. പിന്നെ ഘട്ടഘട്ടമായി ഒരു രീതിയിൽ ഓരോരോ രാജ്യങ്ങൾ അടർന്ന് വീണ് 15ലധികം രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തിൽ നിന്ന് പുറത്തു പോയിട്ട് പുതിയ രാഷ്ട്രമായിട്ട് രൂപീകരിച്ചത്. ഈ രാഷ്ട്രമായി രൂപീകരിച്ച രാജ്യങ്ങൾക്കൊക്കെ പിൽക്കാലത്ത് വലിയ ഭീഷണി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക വേഗം അത് സഖ്യമാക്കി. അങ്ങനെ നാറ്റോ സഖ്യമായിട്ട് അത് രൂപീകൃതമാവുകയും ചെയ്തു. ഇപ്പോൾ റഷ്യക്കെതിരെ അവരുടെ നിലപാടെടുക്കുന്നുണ്ട്. ഉക്രൈനെ പരിരക്ഷിക്കുന്ന ആരാണ്? ഈ പറയപ്പെട്ട നാറ്റോ സഖ്യമാണ്. നാറ്റോ സഖ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന രാജ്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇത്രയും കാലം 3 കൊല്ലമായി ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് അത്രയും കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു. സംഭവം ഉക്രൈൻ്റെ പേര് പറയുന്നു എന്നല്ലാതെ യുദ്ധം അവിടെ നടക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ആരും വിജയിക്കുകയും ആരും തോൽക്കുകയും ചെയ്യാത്ത ഒരു യുദ്ധം ഉക്രൈൻ്റെ ഭൂപ്രദേശത്ത് ആരംഭിച്ചിട്ട് കൊല്ലം 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇതിന് ബദൽ സംവിധാനം ഇറാൻ ഉണ്ടാക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഭീഷണിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യും.